പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള എയ്ഡഡ് ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുള്ള PG അഡ്മിഷന് നമുക്ക് അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രകാരമാണ് തരുന്നത്. ഈ അലോട്ട്മെന്റ് നമുക്ക് നിശ്ചയിക്കുന്നത് നമുക്ക് ഉള്ള ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്ത രീതിയിലുള്ള ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ആണുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഡിഫറെന്റ് സിസ്റ്റത്തിന്റെയും ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നത്. ഇത് പ്രകാരം നിങ്ങൾ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബോണസ് മാർക്ക് സിസ്റ്റം പറഞ്ഞിരുന്നു, അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ടോട്ടൽ ഇൻഡെക്സ് ഉണ്ടാവുക. വളരെ കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്രയാണ് ടോട്ടൽ ഇൻഡെക്സ് മാർക്ക് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അത് നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻഡെക്സിംഗ് ഇക്വേഷൻ, ഇതൊരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഇക്വേഷൻ മോഡലിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഇൻഡെക്സ് ഇക്വേഷൻ ഫോർ MA മലയാളം വിത്ത് ജേർണലിസം, ഹിന്ദി, തമിഴ്, അറബിക് ആൻഡ് പോസ്റ്റ് അഫ്സൽ ഉലമ. അപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റമാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മാർക്കിംഗ് സിസ്റ്റം ഉണ്ട്. പഴയ മാർക്കിംഗ് സിസ്റ്റത്തിൻ്റെ രീതിയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൂൾസ് ഫോർ സെലക്ഷൻ ഇൻഡെക്സ് സ്കോറിൻ്റെ റൂളാണ് ആദ്യം. ഫസ്റ്റ് റൂളാണ് പറയുന്നത്. ആദ്യത്തെ റൂള് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സബ്ജക്റ്റുകൾക്ക് CG1 ഇൻറ്റു C1 പ്ലസ് CG2 ഇൻറ്റു C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K. CG1 എന്ന് പറയുന്നത് ഓവറാൾ CGPAൻ്റെ പെർസെൻറ്റേജ്. CG1 എന്ന് പറയുന്നത് ഓവറാൾ CGPAൻ്റെ പെർസെൻറ്റേജ്. അതുപോലെ തന്നെ CG2 എന്ന് പറയുന്നത് കോർ CGPA അല്ലെങ്കിൽ കോമൺ കോഴ്സ് CGPAയുടെ പെർസെൻറ്റേജ്. CG1 എന്ന് പറയുന്നത് ഓവറാൾ CGPA, CG2 എന്ന് പറയുന്നത് കോർ CGPA ഓർ കോമൺ കോഴ്സ് CGPA. അതിൻ്റെ കൂടെ തന്നെ C1 എന്ന് പറയുന്നത് അതിൻ്റെ CG1ൻ്റെ ക്രെഡിറ്റ്. അതുപോലെ തന്നെ C2 എന്ന് പറയുന്നത് CG2ൻ്റെ ക്രെഡിറ്റ്. ഓരോ സിസ്റ്റമാണ് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗ്രേഡിംഗ് സിസ്റ്റം തുടങ്ങിയതിന് ശേഷം വ്യത്യസ്ത രീതിയിലുള്ള സിസ്റ്റമാണ്. ആദ്യ കാലഘട്ടത്തിൽ 4 ഗ്രേഡ് പോയിൻ്റ് സിസ്റ്റമായിരുന്നു. ആ സമയത്ത് ഓരോന്നിലും ഇതിൽ മാറ്റങ്ങളുണ്ടായിരുന്നു. ക്രെഡിറ്റ് കാൽക്കുലേഷനിൽ മാറ്റങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് 6 ഗ്രേഡ് പോയിൻ്റ് സിസ്റ്റം വന്നു 2014 മുതൽ. ഇപ്പോൾ 2019 അഡ്മിഷൻ മുതൽ 10 ഗ്രേഡ് പോയിൻ്റ് സിസ്റ്റമാണ്. അത് നിങ്ങളുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ക്രെഡിറ്റ് കാണാവുന്നതാണ്. അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ K എന്ന് പറയുന്നത് 100 എന്നാണ്. K എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, അപ്പോൾ CG1 ഇൻറ്റു C1 പ്ലസ് CG2 ഇൻറ്റു C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K. അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്ക് സിസ്റ്റം പ്രകാരം M1 പ്ലസ് M2 ഡിവൈഡഡ് ബൈ മാക്സിമം 1 പ്ലസ് മാക്സിമം 2 ഇൻറ്റു 1000. M1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാർക്കാണ്. അതുപോലെ M2 പറഞ്ഞാൽ കോറിൻ്റെയോ സെക്കൻഡ് ലാംഗ്വേജിൻ്റെയോ മാർക്ക്. അതുപോലെ തന്നെ മാക്സ് 1 എന്ന് പറയാം മാക്സിമം ഓഫ് ടോട്ടൽ മാർക്ക് നമുക്ക് ലഭിച്ചത് ഇതിൻ്റെതാണ് M1. എന്നാൽ മാക്സ് 1 എന്ന് പറയുന്നത് നമുക്ക് പരീക്ഷയ്ക്കുള്ള എല്ലാ ടോട്ടൽ മാർക്ക്. മാക്സ് 2 എന്ന് പറയുമ്പോൾ മാക്സിമം ഓഫ് കോർ മാർക്സിൻ്റെ ആണ് മാക്സ് 2. മാക്സ് 2 ഈക്വൽ ടു മാക്സിമം ഓഫ് ഡബിൾ കോർ അല്ലെങ്കിൽ കോമൺ കോഴ്സ് മാർക്സ്. ഓരോ സിസ്റ്റത്തിലും ഓരോ രീതിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെയിറ്റേജ് ഉണ്ട്. 5% വെയിറ്റേജ് BA മലയാളം ഡിഗ്രി ഹോൾഡേഴ്സ് ഫോർ MA മലയാളം വിത്ത് ജേർണലിസം. MA മലയാളം വിത്ത് ജേർണലിസത്തിനോ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് 5% വെയിറ്റേജ് ലഭിക്കുന്ന BA മലയാളം പഠിച്ച വിദ്യാർത്ഥികളാണ്. അതുപോലെ BA ഹിന്ദി പഠിച്ച വിദ്യാർത്ഥികൾ MA ഹിന്ദിക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 5% വെയിറ്റേജ് ഉണ്ട്. BA തമിഴ് പഠിച്ച വിദ്യാർത്ഥികൾ MA തമിഴ്ക്ക് ജോയിൻ ചെയ്യുമ്പോൾ
5% വെയിറ്റേജ് ഉണ്ട്. BA അറബിക്ക് പഠിച്ച വിദ്യാർത്ഥികൾ MA അറബിക്കിന് ജോയിൻ ചെയ്യുമ്പോൾ 10% വെയിറ്റേജ് ഉണ്ട്. BA ഫങ്ഷണൽ അറബിക്ക് പഠിച്ച വിദ്യാർത്ഥികൾ MA അറബിക്കിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10% വെയിറ്റേജ് ഉണ്ട്. അതേപോലെ BA അഫ്സൽ ഉലമ പഠിച്ച വിദ്യാർത്ഥികൾ പോസ്റ്റ് അഫ്സൽ ഉലമക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 5% വെയിറ്റേജ് ഉണ്ട്. അതുപോലെ അടുത്തത് MA സംസ്കൃത സാഹിത്യൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനാണ്. CG1 എന്ന് പറയുന്നത് ഓവറാൾ CGPA നേരത്തെ പറഞ്ഞത് തന്നെയാണ്. CG2 എന്ന് പറയുന്നത് കോർ CGPAൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ കോമൺ കോഴ്സിൻ്റെ CGPAൻ്റെ പെർസെൻറ്റേജോ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി CGPAൻ്റെ പെർസെൻറ്റേജോ ആണ്. CG1 ഇൻറ്റു C1 പ്ലസ് CG2 ഇൻറ്റു C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ K. Kൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. നമ്മൾ കഴിഞ്ഞ ഇൻഡെക്സ് ഇക്വേഷനിൽ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇവിടെ MA സംസ്കൃത സാഹിത്യക്കോ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ഈ രീതിയിലാണ്. അപ്പോൾ ഓരോ 4 ഗ്രേഡ് പോയിൻറ്റ് സിസ്റ്റത്തിലും 6 ഗ്രേഡ് പോയിൻറ്റ് സിസ്റ്റത്തിലും 10 ഗ്രേഡ് പോയിൻറ്റ് സിസ്റ്റത്തിലെയും ക്രെഡിറ്റ് സിസ്റ്റം ഇവിടെ വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഗ്രേഡ് ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, മാർക്കിംഗ് സിസ്റ്റം നേരത്തെ അതേ സിസ്റ്റമാണ്. ഇൻഡെക്സിങ് ഇക്വേഷൻ ഫോർ MA ഇംഗ്ലീഷ്, മ്യൂസിക്, ഇസ്ലാമിക് ഹിസ്റ്ററി. ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് നമ്മളിവിടെ പറയുന്നത്. MA ഇംഗ്ലീഷിന് BA ഇംഗ്ലീഷ് പഠിക്കാത്ത വിദ്യാർത്ഥികൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ടതുണ്ട്. ഇവിടുത്തെ ഇക്വേഷൻ CG1 ഇൻറ്റു C1 പ്ലസ് CG2 ഇൻറ്റു C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K. CG1 എന്ന് പറയുന്നത് ഓവറാൾ CGPA ആണ്. CG2 എന്ന് പറയുന്നത് കോർ CGPA ആണ്. C1 എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഓഫ് ഓവറാൾ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ്, ടോട്ടൽ ക്രെഡിറ്റ്. C2 എന്ന് പറയുന്നത് കോർ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിച്ച വിദ്യാർത്ഥികൾ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചറിന് 10% വെയിറ്റേജ് ഉണ്ട്. BA ഫങ്ഷണൽ ഇംഗ്ലീഷ് ഡബിൾ കോർ ഡിഗ്രി ഹോൾഡേഴ്സ് MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചറിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 7% വെയിറ്റേജ് ഉണ്ട്. BA ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ച വിദ്യാർത്ഥികൾ MA ഇസ്ലാമിക് ഹിസ്റ്ററിക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 5% വെയിറ്റേജ് ഉണ്ട്. അടുത്തത് MCOM, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc ജനറൽ ബയോടെക്നോളജി, MBOC അപ്ലൈഡ് ബയോടെക്നോളജി. ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക് റൂൾ എന്ന് പറയുന്നത് CG1 ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഓവറാൾ CGPA ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K. CG1 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K. CG1 പെർസെൻറ്റേജ് ഓഫ് ഓവറാൾ CGPA എക്സ്ക്ലൂഡിങ് CGPA ഓഫ് ഓപ്പൺ കോഴ്സ് ആൻഡ് ലാംഗ്വേജ്. അവിടെ CG1 എന്ന് പറയുന്നത് ഓവറാൾ CGPA ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യും, ഓപ്പൺ കോഴ്സിൻ്റെയും ലാംഗ്വേജിൻ്റെയും ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ളതിൻ്റേതാണ് നമ്മൾ CG1 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അടുത്തത് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലുള്ള സബ്ജക്റ്റുകളുടെ ഇൻഡെക്സ് മാർക്ക് രീതിയാണ് പറയുന്നത്. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ MA എക്കണോമിക്സ്, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, ബിസിനസ് എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഇസ്ലാമിക് സ്റ്റഡീസ്, സോഷ്യോളജി, ഫിലോസഫി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇവിടുത്തെ CGPA കാൽക്കുലേഷനാണ് നമ്മൾ ഇവിടെ പറയുന്നത്. CG1 ഇൻറ്റു C1 പ്ലസ് CG2 ഇൻറ്റു C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K. CG1 എന്ന് പറയുന്നത് ഓവറാൾ CGPAൻ്റെ പെർസെൻറ്റേജ്. CG2 എന്ന് പറയുന്നത് കോർ CGPA ഓർ കോംപ്ലിമെൻ്ററി CGPAൻ്റെ പെർസെൻറ്റേജ്. K എന്ന് പറയുന്നത് 100 ആണ്. ഇതിൻ്റെ ഗ്രേഡ് സിസ്റ്റത്തിൽ ഓരോ ഗ്രേഡിംഗ് സിസ്റ്റത്തിലും ഇതിൻ്റെ ക്രെഡിറ്റ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. C1 എന്ന് പറയുമ്പോൾ ടോട്ടൽ ക്രെഡിറ്റ്, C2 എന്ന് പറയുന്നത് കോർ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റോ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററിയുടെ ക്രെഡിറ്റോ ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. അപ്പോൾ MA എക്കണോമിക്സ്, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, ബിസിനസ് എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഇസ്ലാമിക് സ്റ്റഡീസ്, സോഷ്യോളജി, ഫിലോസഫി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോലുള്ള സബ്ജക്റ്റുകളുടെ ഇൻഡെക്സ് മാർക്ക് രീതിയാണ്. ഇത് പ്രകാരം നമ്മൾ ചെക്ക് നോക്കുമ്പോൾ
5% വെയിറ്റേജ് ഉണ്ട്. BA എക്കണോമിക്സോ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സോ എക്കണോമെട്രിക്സോ ഫോറിൻ ട്രേഡോ പഠിച്ച വിദ്യാർത്ഥികൾ MA എക്കണോമിക്സിനോ MA ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിനോ MA എക്കണോമെട്രിക്സിനോ MA ബിസിനസ് എക്കണോമിക്സിനോ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 5% വെയിറ്റേജ് ഉണ്ട്. അതേപോലെ BA പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾ MA പൊളിറ്റിക്കൽ സയൻസിന് അപ്ലിക്കേഷൻ നൽകുമ്പോൾ 5% വെയിറ്റേജ് ഉണ്ട്. BA ഹിസ്റ്ററി കഴിഞ്ഞ വിദ്യാർത്ഥികൾ MA ഹിസ്റ്ററിക്ക് 5% വെയിറ്റേജ് ഉണ്ട്. BA ഇസ്ലാമിക് സ്റ്റഡീസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ MA ഇസ്ലാമിക് സ്റ്റഡീസിന് 5% വെയിറ്റേജ് ഉണ്ട്. BA ഫിലോസഫി കഴിഞ്ഞ വിദ്യാർത്ഥികൾ MA ഫിലോസഫിക്ക് 5% വെയിറ്റേജ് ഉണ്ട്. BA പൊളിറ്റിക്കൽ സയൻസ് ഓർ BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ വിദ്യാർത്ഥികൾ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷന് 5% വെയിറ്റേജ് ഉണ്ട്. സോഷ്യോളജി കോർ പേപ്പറായിട്ടോ അല്ലെങ്കിൽ സിംഗിൾ കോർ പേപ്പറായിട്ടോ പഠിച്ച വിദ്യാർത്ഥികൾക്ക് MA സോഷ്യോളജിക്ക് 7% വെയിറ്റേജ് ഉണ്ട്. അതുപോലെ സോഷ്യോളജി കോർ പേപ്പറിന് ഡ്യുവൽ കോർ പേപ്പർ പ്രോഗ്രാം ആണെങ്കിൽ 5% വെയിറ്റേജ് ഉണ്ട് MA സോഷ്യോളജിക്ക്. അതുപോലെ തന്നെ സോഷ്യോളജി കോർ പേപ്പർ ട്രിപ്പിൾ കോർ പ്രോഗ്രാമിലാണെങ്കിൽ MA സോഷ്യോളജിക്ക് 3% വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, അടുത്തത് ഇൻഡെക്സ് കാൽക്കുലേഷൻ ഫോർ PG കോഴ്സ് MA ഇസ്ലാമിക് ഫിനാൻസ് മാസ്റ്റർ ഓഫ് വെക്കേഷൻ MVOC ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഡാറ്റ അനലിറ്റിക്സ് MTTM MA മൾട്ടിമീഡിയ MVOC ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് MSc ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽ ഡിസൈനിങ്. ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക് രീതി CG1 × 1000 ഡിവൈഡഡ് ബൈ K. CG1 എന്ന് പറയുന്നത് ഓവറാൾ CGPA ആണ്. അതുപോലെ 1000 ഡിവൈഡഡ് ബൈ K. K എന്ന് പറയുന്നത് 100 ആണ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അതുപോലെ തന്നെ ഇതിന് BA ഇസ്ലാമിക് ഫിനാൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ BA എക്കണോമിക്സ് വിത്ത് ഇസ്ലാമിക് ഫിനാൻസോ BCom വിത്ത് ഇസ്ലാമിക് ഫിനാൻസോ പഠിച്ച വിദ്യാർത്ഥികൾ MA ഇസ്ലാമിക് ഫിനാൻസിന് 5% വെയിറ്റേജ് ഉണ്ട്. 20% വെയിറ്റേജ് ഓൺ ദ സെലക്ഷൻ ഇൻഡെക്സ് സ്കോറിൽ BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ MVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഡാറ്റ അനലിറ്റിക്സ് പ്രോഗ്രാമിന് 20% വെയിറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ 5% വെയിറ്റേജ് ഓൺ സെലക്ഷൻ ഇൻഡെക്സ് സ്കോർ BVOC ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ MVOC ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ജോയിൻ ചെയ്യുമ്പോഴുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഓക്കെ, അടുത്തത് സയൻസ് ഗ്രൂപ്പിലെ സബ്ജക്റ്റുകൾക്ക് മാസ്റ്റർ ഓഫ് സയൻസിന് ഇൻഡെക്സിങ് ഇക്വേഷനാണ് നമ്മൾ പറയുന്നത്. MSc കെമിസ്ട്രി, മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, ഹോം സയൻസ്. ഇതിൻ്റെ ഇൻഡെക്സിങ് റൂളാണ് പറയുന്നത്. CG1 × C1 പ്ലസ് 2 × CG2. 2 എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. CG2 × C2 പ്ലസ് CG3 × C3 പ്ലസ് CG4 × C4 ഡിവൈഡഡ് ബൈ C1 പ്ലസ് 2 × C2 പ്ലസ് C3 പ്ലസ് C4 × 1000 ഡിവൈഡഡ് ബൈ K. അപ്പോൾ CG1 എന്ന് പറയുന്നത് ഓവറാൾ CGPൻ്റെ പെർസെൻറ്റേജ്. CG2 ഈസ് ദ കോർ സബ്ജക്റ്റിൻ്റെ CGPൻ്റെ പെർസെൻറ്റേജ്. CG3 എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി 1ൻ്റെ പെർസെൻറ്റേജ്. CG4 എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി 2ൻ്റെ CGPൻ്റെ പെർസെൻറ്റേജ്. C1 ഈസ് ദ ടോട്ടൽ ക്രെഡിറ്റ്, C2 കോർ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ്, C3 കോംപ്ലിമെൻ്ററിയുടെ ക്രെഡിറ്റ്, C4 കോംപ്ലിമെൻ്ററി 2ൻ്റെ ക്രെഡിറ്റ്. ഓക്കെ, ഓരോന്നിൻ്റെയും വളരെ കൃത്യമായിട്ട് ക്രെഡിറ്റിംഗ് സിസ്റ്റം ഇവിടെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, 1000 ഡിവൈഡഡ് ബൈ K കൊണ്ട് ഇൻറ്റു ചെയ്യുക. K = 100. അടുത്തത് ഇക്വേഷൻ 2. ഇത് MSc ബോട്ടണി, അപ്ലൈഡ് ജിയോളജി, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ജോഗ്രഫി, അക്വാകൾച്ചർ, ഫിഷറി മൈക്രോബയോളജി, പോളിമർ കെമിസ്ട്രി, സുവോളജി, ബയോളജി, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് ബേസ്ഡ് ഓൺ പാർട്ട് 3 സബ്ജക്റ്റ് കോർ ആൻഡ് കോംപ്ലിമെൻ്ററി കോഴ്സ് ഓൺലി. ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇവിടെ എടുക്കുന്നത് ഓവറാൾ എടുക്കുന്നില്ല. ഇവിടെ CG1 എന്ന് പറയുന്നത് കോർ CGPൻ്റെ പെർസെൻറ്റേജ് ആണ്. CG2 എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി 1ൻ്റെ CGPൻ്റെ പെർസെൻറ്റേജ്. CG2 ഈസ് ദ കോംപ്ലിമെൻ്ററി 2ൻ്റെ CGPൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ CG1 × C1 പ്ലസ് CG2 × C2 പ്ലസ് CG3 × C3 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 പ്ലസ് C3 × 1000 ഡിവൈഡഡ് ബൈ K. C1 ഈസ് ദ ക്രെഡിറ്റ് ഓഫ് കോർ സബ്ജക്റ്റ്, C2 ഈസ് ദ കോംപ്ലിമെൻ്ററി 1ൻ്റെ ക്രെഡിറ്റ്, C3 ഈസ് ദ കോംപ്ലിമെൻ്ററി 2ൻ്റെ ക്രെഡിറ്റ്. അതുപോലെ തന്നെ
BSc ഫിസിക്സ് വിദ്യാർത്ഥികൾക്ക് MSc ഫിസിക്സിന് C2 ഈക്വൽ ടു C3 ഓക്കെ ഈക്വൽ ടു 0 ആയിരിക്കും. അടുത്തത് MSc സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് CG1 ഇൻറ്റു C1 പ്ലസ് CG2 ഇൻറ്റു C2 പ്ലസ് CG3 ഇൻറ്റു C3 പ്ലസ് CG4 ഇൻറ്റു C4 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K. CG1 ഓവറോൾ CGPAൻ്റെ പെർസെൻറ്റേജ്, CG2 ഈസ് ദ കോർ CGPAൻ്റെ പെർസെൻറ്റേജ്, CG3 ഈസ് ദ ആവറേജ് ഓഫ് കോംപ്ലിമെൻ്ററി CGPA, CG4 മാസ്റ്റർ ഫീഡർ കോഴ്സിൻ്റെ പെർസെൻറ്റേജ് ഓഫ് CGPA. ഓക്കെ, അടുത്തത് MSc മാത്തമാറ്റിക്സിന് 2 CG1 ഇൻറ്റു C1 പ്ലസ് 1.5 ഇൻറ്റു CG2 ഇൻറ്റു C2 പ്ലസ് 1.5 ഇൻറ്റു CG3 ഇൻറ്റു C3 ഡിവൈഡഡ് ബൈ 2 C1 പ്ലസ് 1.5 C2 പ്ലസ് 1.5 C3 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K. CG1 ഈസ് ദ കോർ CGPAൻ്റെ പെർസെൻറ്റേജ്, CG2 ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കോംപ്ലിമെൻ്ററി 1ൻ്റെ പെർസെൻറ്റേജ്, CG3 ഈസ് ദ കോംപ്ലിമെൻ്ററി 2ൻ്റെ പെർസെൻറ്റേജ്. ഓക്കെ, Kൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞതാണ്. ഇത് ഫോർ ഗ്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ റൂളാണ്. ഇനി നമ്മൾ പറയുന്നത് CUCBSSും അതേപോലെ CBCSSൻ്റെയും റൂളാണ്. ആ റൂൾ പ്രകാരം 2 CG1 ഇൻറ്റു C1 പ്ലസ് 1.55 ഇൻറ്റു CG2 ഇൻറ്റു C2 പ്ലസ് 1.55 ഇൻറ്റു CG3 ഇൻറ്റു C3 ഡിവൈഡഡ് ബൈ 2 C1 പ്ലസ് 1.55 C2 പ്ലസ് 1.55 C3 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K. അപ്പോൾ പുതിയ സിസ്റ്റം പ്രകാരമുള്ള വിദ്യാർത്ഥികൾക്ക് ഇതാണ് MSc മാത്തമാറ്റിക്സിന്. അതേപോലെ തന്നെ ഇവിടെ CG1 എന്ന് പറഞ്ഞാൽ കോർ പേപ്പറിൻ്റെ CGPAൻ്റെ പെർസെൻറ്റേജ്, കോംപ്ലിമെൻ്ററി 1ൻ്റെ CGPAൻ്റെ പെർസെൻറ്റേജ് CG2, കോംപ്ലിമെൻ്ററി 2ൻ്റെ പെർസെൻറ്റേജ് CG3. ഓക്കെ, BSc മാത്തമാറ്റിക്സ് വിദ്യാർത്ഥികൾ MSc മാത്തമാറ്റിക്സിന് ജോയിൻ ചെയ്യുമ്പോൾ C2 ഈക്വൽ ടു C3 ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 CG1 ഇൻറ്റു C1 ഡിവൈഡഡ് ബൈ 2 C1 ആയിരിക്കും ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K ആയിരിക്കും. അടുത്തത് MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റാ സയൻസിൻ്റെ ഇൻഡെക്സ് മാർക്ക് രീതിയാണ്. അതിൻ്റെ സിസ്റ്റം പ്രകാരം CG1 ഇൻറ്റു C1 പ്ലസ് CG2 ഇൻറ്റു C2 പ്ലസ് CG3 ഇൻറ്റു C3 പ്ലസ് CG4 ഇൻറ്റു C4 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4 ഇൻറ്റു 10. CG1 ഓവറോൾ CGPAൻ്റെ പെർസെൻറ്റേജ്, കോർ CGPAൻ്റെ പെർസെൻറ്റേജ് CG3 ഈസ് ദ ആവറേജ് കോംപ്ലിമെൻ്ററിയുടെ പെർസെൻറ്റേജ്, CG4 മാസ്റ്റർ ഫീഡർ കോഴ്സ് CGPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഫീഡർ കോഴ്സ് CGPA പറഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ കോംപ്ലിമെൻ്ററി ആയിട്ട് മാത്തമാറ്റിക്സ് പഠിച്ച അതാണ് മാസ്റ്റർ ഫീഡർ. ഏതാണോ നമ്മൾ സബ്ജക്റ്റ് എടുക്കുക അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ വരിക. ഓക്കെ, അതുപോലെ CG4 ചിലപ്പോൾ മാത്തമാറ്റിക്സ് ആയിരിക്കും കോറ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കോംപ്ലിമെൻ്ററി ആയിട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്ക്. അടുത്ത MSc സൈക്കോളജിൻ്റെ സിസ്റ്റം CG1 പ്ലസ് CG2 പ്ലസ് CG3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K. CG1 ഈസ് ദ കോറിൻ്റെ CGPAൻ്റെ പെർസെൻറ്റേജ്, CG2 കോംപ്ലിമെൻ്ററി 1ൻ്റെ CGPAൻ്റെ പെർസെൻറ്റേജ്, കോംപ്ലിമെൻ്ററി 2ൻ്റെത് CG3 ആണ് എടുക്കുക. കോംപ്ലിമെൻ്ററി 2 ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് കോംപ്ലിമെൻ്ററി 2ൻ്റെതാണ് CG3 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K 100 ആണെന്ന് നമ്മൾ പറഞ്ഞു. ക്ലിനിക്കൽ സൈക്കോളജിൻ്റെത് CG1 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K, CG1 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ K ആണ് MSc ക്ലിനിക്കൽ സൈക്കോളജി സബ്ജക്റ്റ്. ഇനി ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് BSc ഫിസിക്സ് അപ്ലൈഡ് ഫിസിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് MSc ഫിസിക്സിന് 10% വെയിറ്റേജ് ഉണ്ട്. BSc കെമിസ്ട്രി പഠിച്ച വിദ്യാർത്ഥികൾക്ക് MSc കെമിസ്ട്രിക്ക് 10% വെയിറ്റേജ് ഉണ്ട്. BSc പോളിമർ കെമിസ്ട്രി പഠിച്ച വിദ്യാർത്ഥികൾക്ക് MSc പോളിമർ കെമിസ്ട്രിക്ക് 10% വെയിറ്റേജ് ഉണ്ട്. BSc ബോട്ടണി പഠിച്ച വിദ്യാർത്ഥികൾക്ക് MSc ബോട്ടണി ആണെങ്കിൽ 10% ഉണ്ട്. അടുത്തത് BSc പ്ലാന്റ് സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് MSc ബോട്ടണിക്ക് 10% വെയിറ്റേജ് ഉണ്ട്.
BSc സുവോളജി പഠിച്ച വിദ്യാർത്ഥികൾക്ക് MSc സുവോളജിക്ക് 10% വെയിറ്റേജ് ഉണ്ട്. BSc ഇലക്ട്രോണിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് MSc ഇലക്ട്രോണിക്സിന് 10% വെയിറ്റേജ് ഉണ്ട്. BSc മൈക്രോബയോളജി വിദ്യാർത്ഥികൾക്ക് MSc മൈക്രോബയോളജി പഠിക്കുകയാണെങ്കിൽ 10% വെയിറ്റേജ് ഉണ്ട്. BSc ബയോകെമിസ്ട്രി വിദ്യാർത്ഥികൾക്ക് MSc ബയോകെമിസ്ട്രിക്ക് 10% വെയിറ്റേജ് ഉണ്ട്. BSc അക്വാകൾച്ചർ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് MSc അക്വാകൾച്ചർ ഫിഷറി മൈക്രോബയോളജിക്ക് 10% വെയിറ്റേജ് ഉണ്ട്. BSc ജിയോളജി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് MSc അപ്ലൈഡ് ജിയോളജിക്ക് 10% വെയിറ്റേജ് ഉണ്ട്. BSc ജോഗ്രഫി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് MSc ജോഗ്രഫിക്ക് 10% വെയിറ്റേജ് ഉണ്ട്. BSc ഹോം സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് MSc ഹോം സയൻസിന് 10% വെയിറ്റേജ് ഉണ്ട്. 12% വെയിറ്റേജ് BSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് MSc സ്റ്റാറ്റിസ്റ്റിക്സ്. ഇങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. ഇതിൻ്റെ കൂടെ നമ്മുടെ മറ്റു ബോണസ് മാർക്കുകളും കൂടി ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ നമ്മുടെ ഇൻഡെക്സ് മാർക്ക് ഉണ്ടാവുക. ഓക്കെ.